ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കിത്തന്നു എന്ന വാക്യമാണ്. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഖ്യതയും സർവശക്തൻ്റെ കൂടെയുള്ള വാസവും അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരനുഭവത്തിലേക്ക് ദൈവം അവനെ നയിപ്പാൻ ഇടയായി തീർന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ മക്കൾ അവൻ്റെ ചുറ്റിലും ഇരിക്കുകയും തൻ്റെ ശുഭകാലത്ത് താൻ സന്തോഷത്തോടെ ജീവിച്ചതുപോലെ സന്തോഷത്തോടെ ജീവിപ്പാൻ കഴിഞ്ഞ ഒരു സാഹചര്യവും അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞതുമായ ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുവാൻ ഇയ്യോബിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആത്മാവിൽ താൻ കാണുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളാണ്. 4-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി, എന്നാൽ അതിലും അധികമായുള്ള സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോഴാണ്. സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ ദൈവം എന്നെ നടത്തിയപ്പോഴാണ് ഈ ലോകത്തിലെ സകല നന്മകളും എനിക്ക് ലഭിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കാളും ആനന്ദത്തെക്കാളും വലുത് എന്ന് സങ്കീർത്തനക്കാരനും ഓർപ്പിക്കുന്നുണ്ട്. ഇയ്യോബ് പറയുന്നത്, സർവശക്തനോടുകൂടെയുള്ള വാസം, സർവശക്തൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. പരസ്പരം സ്നേഹിക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലമാണ് ഏറ്റവും വലുത് എന്ന് ഇയ്യോബ് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ ലോകത്തിൻ്റെ നന്മകളും സുഖങ്ങളുമൊക്കെ നമുക്ക് സന്തോഷം പകരുന്നതാണ്, നമുക്ക് ആനന്ദം നൽകുന്നതാണ്. എന്നാൽ അത് നിലനിൽക്കുന്ന ആനന്ദമായി തീരുന്നില്ലെന്നും അത്യുന്നതനായ ദൈവത്തോടു കൂടെ വസിപ്പാനും ദൈവ സാന്നിധ്യം വ്യക്തമായ തലത്തിൽ അനുഭവിപ്പാനും കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമെന്നും ആർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പണങ്ങളും മാനങ്ങളും സ്ഥാനങ്ങളുമൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഈ ജീവിതത്തിലെ പ്രസിദ്ധികൾ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഇതെല്ലാം താൽക്കാലികമായിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത്
ദൈവത്തോട് കൂടെ വസിക്കുകയും ദൈവത്തിങ്കൽ നിന്ന് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, നിത്യതയുടെ അവകാശങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സന്തോഷം നിലനിൽക്കുന്ന സന്തോഷമാകൊണ്ട് ആ നിലനിൽക്കുന്ന സന്തോഷത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കുന്നവരാകാം. അതിന് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, താൽക്കാലികമായ സന്തോഷമല്ല, നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് ദൈവം ഞങ്ങളെ നയിക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.